ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയാണ് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ അറിയാത്ത ഒരുപാട് പേരുണ്ടാകാം. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണിത്. ഡബിൾ ഹൗസിൻ്റെ 2 മിനിറ്റ് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പമാണ്. ഇത് ഒരു വലിയ മാജിക്കാണ്. കാര്യം നമുക്കൊരു ഇടിയപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും അല്ലേ? മാവ് വാട്ടിയെടുക്കണം, പിന്നെന്താ, പിന്നെ അത് പിഴിഞ്ഞെടുക്കണം, പിന്നെ ആവിയിൽ സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കണം. എത്ര സമയം വേണം? 2 മിനിറ്റിലൊക്കെ നമുക്കൊരു ഇടിയപ്പം ഉണ്ടാക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. ഇതുപോലൊരു പാക്കറ്റ്, ഇതിനകത്ത് 14 എണ്ണം ഉണ്ട്. ഓക്കെ, ഒരു പ്രിസർവേറ്റീവ്സും ഇതിൽ ചേർത്തിട്ടില്ല എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇത് വേറെ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 14 ഇടിയപ്പമാണ് ഡ്രൈഡ് ഫോമായിട്ടിരിക്കുന്നത്. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാകാം, ബോയിൽഡ് വാട്ടർ ആകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ബോയിൽഡ് വാട്ടർ. അപ്പോൾ ഇതിപ്പോൾ നല്ല ബോയിൽഡ് വാട്ടറാണ്. തീ ഓഫ് ചെയ്യാം. ബോയിൽഡ് ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പൊട്ടിക്കുന്നു ഇടിയപ്പം 1 by 1. ബോയിൽഡ് വാട്ടറിൽ മുങ്ങി കിടക്കണം. ഓക്കെ, ഒരു 2 മിനിറ്റ് 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ കറക്റ്റ് ഇടിയപ്പം പാകമാകും. നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റി പ്ലേറ്റിലേക്ക് മാറ്റും. അങ്ങനെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ദേ നല്ല സോഫ്റ്റ് ഇടിയപ്പം ഇസ് റെഡി. കാണുന്നുണ്ടല്ലോ, അതിങ്ങനെ വെള്ളത്തിൽ നിന്നും ഇതുപോലെ സ്ട്രെയിൻ ചെയ്ത് മാറ്റും. അങ്ങനെ എളുപ്പത്തിൽ 14 ഇടിയപ്പം സെറ്റ്. ഓ, അങ്ങനെ സോഫ്റ്റ് ഇടിയപ്പം. എന്തെളുപ്പമല്ലേ? ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക്, ബാച്ചിലേഴ്സ്, ഈവൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്യാം. കാര്യം ഫ്ലാസ്കിൽ ചൂടുവെള്ളം, നല്ല ബോയിലിംഗ് വാട്ടർ ഉണ്ടായിരുന്നാൽ മതി. ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക, ഈ പാക്കറ്റ് പൊട്ടിച്ചിടുക, ആവശ്യത്തിന് വെള്ളം, ഇങ്ങനെ മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിക്കുക. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 2 മിനിറ്റിൽ സംഭവം റെഡിയാകും. നിങ്ങൾക്കത് തൊടുമ്പോൾ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് പൊടിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റായി കഴിഞ്ഞു. രണ്ടോ മൂന്നോ മെമ്പേഴ്സ് ഉള്ള വീട്ടിൽ 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഫുൾ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ 2-3 ദിവസമായിട്ട് ഉണ്ടാക്കി കഴിക്കും. കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി പാലും പഞ്ചസാരയും ഉണ്ടെങ്കിലും ഇടിയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നോക്കൂ, നമ്മൾ സാധാരണ സ്റ്റീമിൽ വേവിക്കുന്ന ഇടിയപ്പം പോലെ തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. ഇടിയപ്പമായിട്ട് തന്നെ കഴിക്കണം എന്നില്ല. ഇടിയപ്പം വെച്ച് നമുക്ക് പല കാര്യങ്ങൾ ഉണ്ടാക്കാമല്ലോ. കൊത്ത് ഇടിയപ്പം, പല കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യാം പല സൈഡ് കാര്യങ്ങളായിട്ട്, അങ്ങനെയും ചെയ്യാം. ലെമൺ ഇടിയപ്പം, പിന്നെ മസാല ഇടിയപ്പം, അങ്ങനെ പല വേരിയേഷൻസ് ചെയ്യാമല്ലോ. ഓക്കെ, കഴിഞ്ഞു. സോ നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഇടിയപ്പം 2 മിനിറ്റിൽ റെഡി. അയ്യോ, പൊട്ടിപ്പോവും, അത്രയ്ക്ക് സോഫ്റ്റായി കഴിഞ്ഞു. അങ്ങനെ ഇതങ്ങനെ തന്നെ ടേബിളിൽ കൊണ്ടുവച്ചാൽ കൂട്ടത്തിലൊരു സൈഡ് ഡിഷും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായിട്ട് കഴിക്കാം. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇടിയപ്പം റെഡി. ഇപ്പോൾ എന്തൊക്കെ ആധുനികമായ സംവിധാനങ്ങളാണല്ലേ. അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ലാത്തവർ വാങ്ങുക, ഉപയോഗിക്കുക. ഡബിൾ ഹൗസിൻ്റെ 2 മിനിറ്റ് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം എന്നാണ് പാക്കറ്റിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. വാങ്ങുക, ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, ഞാനിത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ഈസി ആൻഡ് സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ച നമ്മുടെ ചിക്കൻ ചുക്ക വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു തമിഴ്നാട് റെസിപ്പിയാണ്. ചെറിയ വേരിയേഷൻസോടുകൂടി പലരും പല രീതിയിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.